ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്ന് ആദ്യമായിട്ട് ചോദിക്കുക മെനു ആണ്. ഓക്കെ, അവിടെ എന്താണ് വെച്ചാണത് അല്ലെങ്കിൽ എന്തൊക്കെ അവർ തരും എന്നുള്ളത് അറിയണം. മെനുവിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്ത് സാധനം വേണമെന്നുള്ളത്. അത് വളരെ ക്ലിയറാണ്, എന്ത് സാധനം വേണമെന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പനീർ മസാല എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പനീർ മസാല ഓർഡർ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അതിൽ ഉള്ളി വേണ്ടാത്ത ആളുകളുണ്ടാവും. വിത്തൗട്ട് ഒനിയൻ അല്ലെങ്കിൽ വിത്തൗട്ട് ഗാർലിക് നമ്മൾ പറയും. ഓക്കെ, അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അതല്ല ഒക്കെ കിട്ടോ, അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ചായ പറഞ്ഞു, ചില ആളുകൾക്ക് അതിൽ മധുരം വേണ്ട. അപ്പോൾ ആളുകൾ എന്താ പറയുക, വിത്തൗട്ട് ടീ അല്ലെങ്കിൽ എന്തെങ്കിലും വിത്തൗട്ട് ആയിട്ടുള്ള ചായ എന്നാണ് നമ്മൾ പറയുക. അതല്ല അവന് പറഞ്ഞില്ല എന്ന് വിചാരിച്ചു, വിത്തൗട്ട് ചായ പറഞ്ഞില്ലെങ്കിൽ അവൻ ചായയിൽ ഇത് കലക്കിയിട്ട് തരും, പഞ്ചസാര കലക്കി തരും. നമ്മൾ കുടിക്കുന്നത് അയ്യോ ഇതല്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ മറന്നുപോയി എന്നൊക്കെ പറയും. അപ്പം ഇതുപോലെ തന്നെയാണ് പ്രകൃതിയിലും, ഇതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ, ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതായത് നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് വിത്തൗട്ട് ചായയാണോ വേണ്ടത്, വിത്ത് ചായയാണോ വേണ്ടത്, ചായയിൽ ബൂസ്റ്റ് ഇട്ടിട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ ഹോർലിക്സ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ പാൽ ഒഴിച്ച ചായ വേണോ, പാല് വേണ്ടാത്ത ചായയാണോ വേണ്ടത്, ഇത് നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇത് വളരെ സത്യസന്ധമായിട്ടൊരു സാധനമാണ്. ഇത് നിങ്ങൾ കൃത്യമായിരിക്കണം. എനിക്ക് ഇന്നതാണ് വേണ്ടത്. ഈ വേണ്ടത് വേണ്ടാത്തത് ഏതാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് അഗെയിൻ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകണം. ഓക്കെ, മണ്ണൊരുങ്ങി. ഇനി മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ വേണ്ടാന്ന് വെച്ചാലൊന്നും നടക്കില്ല. നിങ്ങൾ ഒരുങ്ങല് കഴിഞ്ഞു. ഇനി എന്ത് ഇടണം എന്നുള്ളതാണ് നിങ്ങൾ തീരുമാനിക്കണം. എങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിതം, എത്രത്തോളം വളരണം ഞാൻ, എന്തൊക്കെ എനിക്ക് കൊണ്ടുവരണം, ഇതൊക്കെ നിങ്ങൾ ഇനി തീരുമാനിക്കണം. ഇന്നത്തെ ദിവസമാണ് തീരുമാനം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിരിക്കണം. എനിക്ക് ഇതാണ് വേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട അനുഭവങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇപ്പോൾ ഇന്നത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ പോവുക. ഓക്കെ, ഇനി നാളെ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിരിക്കണം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുക. ഇവിടെ ആരും നമ്മളെ സഹായിക്കാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ആരുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ ട്രോമയെക്കൂടെ പോയതും ഇതൊക്കെ ആര് സഹായിക്കാനാണ്? ആരുമില്ല ഇവിടെ. നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമുള്ളൂ. ഇതൊരു നിയമമാണത്. നിങ്ങളെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയോ, നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം കൂടി പറയാം. അതായത് ആളുകൾ സഹായത്തിനൊക്കെ ചിലവരൊക്കെ വരും. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ മാത്രമാണ്. നിങ്ങൾ അതിൽ എത്തിച്ചേരാനുള്ള ഒരു ചാനലാണ് അതൊക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്ന് ആദ്യമായിട്ട് ചോദിക്കുക മെനു ആണ്. ഓക്കെ, അവിടെ എന്താണ് വെച്ചാണത്,